തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. ഭരണസമിതിയെ താഴെയിറക്കാൻ UDF ഒരുക്കുന്ന കെണിയിൽ CPM വീഴുമോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. തലസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ പുകയുന്നത് വൻ പൊട്ടിത്തെറി തന്നെയാണ്. കോർപ്പറേഷൻ ഭരണത്തിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തെ ചൊല്ലി CPMന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൽ ഭിന്നത അതിരൂക്ഷമായി മാറുകയാണ്. പാർട്ടി നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിരുദ്ധമായി തികച്ചും ഏകപക്ഷീയമായ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം വി ശിവൻകുട്ടിക്കെതിരെ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഔദ്യോഗികമായി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജില്ലാ സെക്രട്ടറി വി ജോയ്. പാർട്ടിയോട് ഒന്നുപോലും ആലോചിക്കാതെ ശിവൻകുട്ടി നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ് ഭൂരിഭാഗം ജില്ലാ നേതാക്കളുടെയും വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി ഉടലെടുത്ത തർക്കങ്ങളുടെ നേരിട്ടുള്ളൊരു തുടർച്ചയാണ് ഇപ്പോൾ തലസ്ഥാനത്തെ CPMൽ വലിയൊരു പരസ്യപ്പോരിലേക്ക് വഴിമാറുന്നത്. VS ജോയിക്ക് പകരം ശിവൻകുട്ടിയെ ജില്ലാ സെക്രട്ടറിയാക്കണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം അന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലോടെ വി ജോയി തന്നെ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയായിരുന്നു. ഇതിനുശേഷം പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തോട് പൂർണ്ണമായും ഇടഞ്ഞു നിൽക്കുന്നൊരു നിലപാടാണ് ശിവൻകുട്ടി സ്വീകരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ പൂർണ്ണമായ പിന്തുണ വി ജോയിക്കൊപ്പമാണ് ഉള്ളത്. അവിശ്വാസം കൊണ്ടുവരുന്നതിൽ UDFുമായി സഹകരിക്കാമെന്ന വി ശിവൻകുട്ടിയുടെ പരസ്യ നിലപാടാണ് ഇപ്പോൾ ഔദ്യോഗിക വിഭാഗത്തെ പൂർണ്ണമായും ചൊടിപ്പിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾ തൻ്റേതായ രീതിയിൽ ശിവൻകുട്ടി വ്യാഖ്യാനിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് ജില്ലാ സെക്രട്ടറി ജോയിയും കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്കും വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടിയോട് ആലോചിക്കാതെയുള്ള ഇത്തരം അതിരുവിട്ട പ്രതികരണങ്ങൾക്ക് അടിയന്തിരമായി വിലക്കേർപ്പെടുത്തണമെന്നും അതിശക്തമായ തിരുത്തൽ നടപടി വേണമെന്നുമാണ് കത്തിലൂടെ സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJP ഭരണസമിതി അധികാരമേറ്റിട്ട് വെറും 6 മാസം മാത്രമേ ആകുന്നുള്ളൂ. ഈ ഘട്ടത്തിൽ കൊണ്ടുവരുന്ന ആദ്യ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയാണെങ്കിൽ നിയമപരമായി അടുത്ത 6 മാസത്തേക്ക് വീണ്ടും അവിശ്വാസം കൊണ്ടുവരാൻ കഴിയില്ല. ഇത് BJPക്ക് കൂടുതൽ രാഷ്ട്രീയ ഊർജം നൽകുമെന്നും CPM ഭയപ്പെടുന്നു. കൂടാതെ അവിശ്വാസ പ്രമേയത്തിനായി UDFുമായി പരസ്യമായ ചർച്ചകൾ നടത്തേണ്ടി വരുന്നത് തലസ്ഥാനത്തെ കപ്പ അഥവാ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യമെന്ന BJPയുടെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വലിയ ആയുധം നൽകുമെന്നും ജില്ലാ നേതൃത്വം കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി അവിശ്വാസ കാര്യത്തിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കും. പകരം കാപ്പ കേസിൽ പ്രതിയായ BJP കൗൺസിലർ സുഗതന്റെ വിഷയത്തിൽ ശക്തമായ ജനകീയ സമരങ്ങളുമായി മുന്നോട്ടു പോകാൻ മാത്രമാണ് പാർട്ടി തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് മുകളിലാണ് തൻ്റെ സ്ഥാനമെന്ന രീതിയിലുള്ള ശിവൻകുട്ടിയുടെ പെരുമാറ്റം വരും ദിവസങ്ങളിൽ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ് ജോയി പക്ഷം പിണറായി വിജയനെ ധരിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ CPM സംസ്ഥാന കമ്മിറ്റി ഈ പരാതി പരിഗണിക്കുന്നതോടെ തലസ്ഥാനത്തെ CPMൽ കടുത്ത അച്ചടക്ക നടപടികളോ തിരുത്തലുകളോ ഉണ്ടാകുമെന്നാണ് സൂചന.